Good morning to all. നമ്മൾ ഇന്ന് നമ്മുടെ 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോഷർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പഠിച്ചു, ഗുഡ് വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊക്കെ പഠിച്ചു. ഈ മൊഡ്യൂളിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോസർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് അഡോപ്ഷൻ ഓഫ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ആ ഇൻ്റർനാഷണലി റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈസ് എ നെസസറി മെഷർ. അത് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ് ടു ഫെസിലിറ്റേറ്റ് ട്രാൻസ്പാരൻസി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു പ്രോപ്പർ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് പ്രോപ്പറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനും ട്രാൻസ്പാരൻസി കൊടുക്കാനും, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ട്രാൻസ്പാരൻസിയും അതുപോലെ തന്നെ അത് കൂടുതൽ എന്താ പറയുക ഇൻ്റർപ്രിറ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യും. ഈ ചാപ്റ്ററിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ഏണിങ്സ് പെർ ഷെയറിൻ്റെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് EPS എന്നാണ് പറയാം. അത് ബേസിക് ആൻഡ് ഡയലൂട്ടഡ് ഇൻറ്റ് AS 33 ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻറ്റ് AS 108 നെക്സ്റ്റ് ഈവൻസ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റ് AS 10. ഇതിൽ പഠിക്കണം കേട്ടോ, ഏത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് വന്നത് ഇൻറ്റ് AS 24. ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആൻഡ് എറേഴ്സ് ഇൻറ്റ് AS 8. ഇൻറ്റീരിയം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വന്നത് ഇൻറ്റ് AS 34. ഇൻറ്റ് AS 34 ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഫോർ ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് EPS അത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു. ഇൻറ്റ് AS 33 ആൻഡ് ഇൻറ്റ് AS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 33 ആൻഡ് ഇൻറ്റ് AS 33 ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഏണിംഗ് പെർ ഷെയറിൻ്റെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് EPS എന്നാണ് പറയാട്ടോ. EPS ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് EPS എന്ന് പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ എത്രയാണ് ഏണിങ്സ്. ഈ EPS ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ് ഓൺ ദ ഫേസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇത് കാണിക്കാം. ഇൻറ്റ് AS 33 സ്പെസിഫൈസ് ദ റിക്വയർമെൻറ്റ് റിലേറ്റിംഗ് ടു EPSൻ്റെ കുറിച്ചുള്ള ഏണിംഗ് പെർ ഷെയറിൻ്റെ എന്തൊക്കെ റിക്വയർമെൻറ്റ് കാര്യങ്ങളെന്ന് ഇൻറ്റ് AS 33 സ്പെസിഫൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ കുറച്ച് ഇത് പറഞ്ഞിരുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏണിംഗ് പെർ ഷെയർ ഇതില ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് ഇൻറ്റ് AS 33, അതുപോലെ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇൻറ്റ് AS 108, അതുപോലെ ഈവൻസ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ഇൻറ്റ് AS 10, പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഇൻറ്റ് AS 24. ഇങ്ങനെ ഓരോ ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് വന്നത് എന്താണ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ, അതായത് EPS എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. EPS tell you what share of profit would each stock get if the profit of the company were to be divided. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ഓരോ ഷെയറിനും കിട്ടുന്ന പ്രോഫിറ്റ്. ഒന്നുകൂടി നോക്കാം. EPS tell you what share of profit would each stock, ഓരോ സ്റ്റോക്കിനും എത്ര പ്രോഫിറ്റ് കിട്ടും. ഇഫ് ദ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി വർ ടു ബി ഡിവൈഡഡ്, ഇപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ഷെയറിനും എത്ര പ്രോഫിറ്റ് കിട്ടും, അതാണ് ഈ ഏണിങ്സ് പെർ ഷെയറിൽ പറയുന്നത്. EPS ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്.
ഇതാണ് നമ്മുടെ EPS കാണാനുള്ള ഫോർമുല. EPS ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആ കമ്പനിക്ക് എത്ര ഷെയർസ് ഉണ്ടോ ആ ഷെയർസ് നമ്മൾ ഡിവൈഡ് ചെയ്തുമ്പോൾ നമുക്ക് ഏണിങ്സ് പെർ ഷെയർ കിട്ടും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇഫ് എ കമ്പനി മേക്ക് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 1 crore, ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 crore ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആ കമ്പനി ഏൺ ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 crore ആണ്. ആൻഡ് ദെയർ 1 lakh ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഷെയർസ് 1 lakh ആണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വന്നത്. നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് ഏണിംഗ് പെർ ഷെയർ. ഏണിംഗ് പെർ ഷെയർ കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഏണിംഗ് പെർ ഷെയർ നമ്മളെങ്ങനെ കാണാം? ഏണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എത്രയാ? ഇഫ് എ കമ്പനി മേക്ക് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 1 crore, അപ്പം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 crore എഴുതാം. ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ദർ ഈസ് 1 lakh ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. അപ്പം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 1 lakh. അപ്പം 1 crore ഡിവൈഡഡ് ബൈ 1 lakh. ഈ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏണിംഗ് പെർ ഷെയർ കിട്ടും. അപ്പോൾ ഏണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു 1 crore ഡിവൈഡഡ് ബൈ 1 lakh. അപ്പോൾ നമുക്ക് 100 ആണ് കിട്ടുക. പ്രോബ്ലം മനസ്സിലായ? അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏണിംഗ് പെർ ഷെയർ കിട്ടും. അപ്പം നമ്മുടെ ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 100 ആണ്. പിന്നെ പറയുന്നത് നോട്ട് ഓൾ പ്രോഫിറ്റ് ഈസ് ഗീവൺ എവേ. അതായത് ഫുൾ പ്രോഫിറ്റ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ല. ഫുൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷന് പിന്നെ ഗ്രോത്തിന് പണം ഇതുണ്ടാവില്ല. അപ്പോൾ ഫുൾ എമൗണ്ട് അവർ ഡിവിഡൻ്റായിട്ട് കൊടുക്കാണ്ട് ഒരു പാർട്ട് പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് അവർ ഓർഗനൈസേഷനിൽ തന്നെ വെച്ചിട്ട് ഫ്യൂച്ചർ ഗ്രോത്തിന് അവർ യൂസ് ചെയ്യും. അതാണ് പറയുന്നത് നോട്ട് ഓൾ പ്രോഫിറ്റ് ഈസ് ഗീവൺ എവേ ടു ദി ഇൻവെസ്റ്റേഴ്സ്. എല്ലാ പ്രോഫിറ്റും കൂടി ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കില്ല. എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് ഗീവൺ എവേ ആസ് ഡിവിഡൻഡ്. അതിൽ ഒരു പാർട്ട്, ഒരു ഭാഗം മാത്രമേ ആർക്ക് ഇതായിട്ട് കൊടുക്കുള്ളൂ? അവിടുത്തെ സ്റ്റോക്ക് ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കുള്ളൂ. ആൻഡ് റിമൈനിങ് ബാക്കിയുള്ളത് അവരെന്ത് ചെയ്യും? റീഇൻവെസ്റ്റ് ബാക്ക് ഇൻ ടു ദി കമ്പനി. കമ്പനിയിലേക്ക് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഇൻ ടു ദി കമ്പനി ഫോർ ഹൈ ഗ്രോത്ത് ഫോർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഹൈ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി അവർ ഓർഗനൈസേഷനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഒരു പ്രോഫിറ്റിൻ്റെ ഫുൾ എമൗണ്ട്, ലാഭത്തിൻ്റെ ഫുൾ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാണ്ട് അതിനൊരു ഭാഗം ഫ്യൂച്ചർ ഗ്രോത്തിന് അവർ യൂസ് ചെയ്യും. ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി അവർ യൂസ് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ ഒരു ലാഭം ഫുള്ള് ഷെയർ ഹോൾഡേഴ്സിനാണെന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഒരു ഭാഗം ആർക്കും കൂടിയും കിട്ടും. അതിൻ്റെ ഒരു ഭാഗമേ കിട്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്യും? അവർ ഓർഗനൈസേഷനിൽ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി അവർ അവിടെ സൂക്ഷിക്കും. അപ്പം നമ്മുടെ ഏണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ഏണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 crore. 1 crore ഡിവൈഡഡ് ബൈ 1 lakh ഇറ്റ്സ് ഈക്വൽ ടു 100. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മെയിനായിട്ട് ഈ മൊഡ്യൂൾ 5 ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, അതുപോലെ തന്നെ അതിൽ ഓരോ ഐറ്റംസ്, പിന്നെ നമ്മൾ ഏണിംഗ് പെർ ഷെയർ എന്താണ്, അതിൻ്റെ ഫോർമുല, അതിൻ്റെ ഒരു പ്രോബ്ലം, പിന്നെ ഇത്രയാണ് പഠിച്ചത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.